ലോക ചരിത്രത്തിലെ നിർണായകമായൊരു കാലഘട്ടം സൃഷ്ടിച്ച റോമ സാമ്രാജ്യം AD 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ വലിയ തോതിൽ തന്നെ ജർമാനിക് ഗോത്രവിഭാഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. റോമൻ സാമ്രാജ്യത്തിൻ്റെ വെസ്റ്റേൺ മേഖലകൾ ഇതോടുകൂടി തകരാനും ആരംഭിച്ചു. പശ്ചിമ റോമ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ തകരുന്ന സമയത്ത് അതിൻ്റെ തലസ്ഥാനം റോമ നഗരമായി തുടർന്നെങ്കിലും ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ അധികാരത്തിലെത്തിയ സമയത്ത് ബൈസാൻഡിയം എന്ന മേഖലയിൽ വലിയ തോതിൽ തന്നെ നഗരവൽക്കരണം നടത്തുകയും അതിനെ ഒരു നിർണായക മേഖലയാക്കി മാറ്റുകയുമുണ്ടായി. കരവഴിയും കടൽ വഴിയും വന്നാൽ പോലും ആക്രമണങ്ങളെ തടയാനുള്ള സ്ട്രാറ്റജിക് ലൊക്കേഷനായും റോമൻ സാമ്രാജ്യത്തിൻ്റെ സമ്പന്ന മേഖലകൾക്ക് അടുത്തായതുകൊണ്ടും ഈ ബൈസാൻഡിയം നഗരത്തിൻ്റെ പ്രാധാന്യവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആ നഗരത്തെ തൻ്റെ പേരിൽ തന്നെ, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് നാമകരണം ചെയ്യുകയും സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം AD 330 കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റുകയുമുണ്ടായി. അതായത് ഈ ബൈസാൻഡിയം നഗരത്തെ വികസിപ്പിക്കുക എന്നതും തലസ്ഥാനമാക്കുക എന്നതും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ വലിയ പദ്ധതികൾ തന്നെയായിരുന്നു. മെഡിറ്ററേനിയൻ കടലും ബ്ലാക്ക് സീയും ബന്ധിപ്പിക്കുന്ന ഈ മേഖലയിൽ ആ കാലത്ത് തന്നെ അതിവിപുലമായ ഒരു തുറമുഖമുണ്ടായിരുന്നു. ഒപ്പം ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവട ബന്ധങ്ങളിലെ നിർണായക മേഖല കൂടിയായിരുന്നു ബൈസാൻഡിയം നഗരം എന്ന് പറയാം. ചുരുക്കിയാൽ കച്ചവടപരമായി യൂറോപ്യൻ മേഖലയിലെ ഏറ്റവും തിരക്കുള്ള ഒരിടം കൂടിയായിരുന്നു ഈ നഗരം എന്നത് തന്നെ. അത്തരത്തിലുള്ള ഒരു മേഖലയെ വികസിപ്പിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ നഗരത്തെ ന്യൂ റോം എന്ന നിലയിലാണ് കണക്കാക്കിയിരുന്നത്. ഏതായാലും സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി കോൺസ്റ്റാന്റിനോപ്പിൾ മാറിയതോടെ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രീകൃതമായ ശക്തി കൂടുതലും കിഴക്കൻ മേഖലകളിലേക്ക് എത്തിത്തുടങ്ങി. നിലവിൽ തന്നെ പാശ്ചാത്യ റോമൻ സാമ്രാജ്യം തകർന്നു തുടങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ വേഗത വർദ്ധിക്കുന്നതിനും ഇതൊരു കാരണമായി മാറി എന്ന് പറയാം. ഏതായാലും ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ കോൺസ്റ്റാന്റിനോപ്പിൾ നഗരത്തിന് ചുറ്റും വളർന്ന് വികസിച്ച സാമ്രാജ്യമാണ് ബൈസന്റൈൻ സാമ്രാജ്യം, അല്ലെങ്കിൽ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ കഥയാണ് പരിചയപ്പെടുത്തുന്നത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ മേഖലകളും സ്ഥിരമായി പ്രശ്നങ്ങൾ നേരിടുന്ന പടിഞ്ഞാറൻ മേഖലകളും തമ്മിൽ ആശയവിനിമയം പോലും മര്യാദയ്ക്ക് നടത്താൻ കഴിയാതിരുന്നത് കൊണ്ട് തന്നെ AD 395 ഔദ്യോഗികമായി തന്നെ റോമൻ സാമ്രാജ്യം വിഭജിക്കുകയുണ്ടായി. അങ്ങനെ തളർന്നുകൊണ്ടിരുന്ന പടിഞ്ഞാറൻ സാമ്രാജ്യവും വളർന്നുകൊണ്ടിരിക്കുന്ന കിഴക്കൻ സാമ്രാജ്യവും എന്നൊരവസ്ഥ തന്നെ അവിടെ വരികയുണ്ടായി. ഇരുവിഭാഗവും ചക്രവർത്തി എന്ന നിലയിൽ തന്നെ അവിടെയൊക്കെ തുടരുകയുമുണ്ടായി. എന്നാൽ ഇതിനിടയിലാണ് AD 527 ജസ്റ്റീനിയൻ എന്നു പേരുള്ള ഒരാൾ ബൈസന്റൈൻ അല്ലെങ്കിൽ കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി മാറുന്നത്. പല ചരിത്ര എഴുത്തുകളിലും ജസ്റ്റീനിയനെ ക്രൂരനായ, പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന, രണ്ട് മുഖമുള്ള, വിശ്വസിക്കാൻ കൊള്ളാത്ത, സങ്കടമോ സന്തോഷമോ ഒന്നും പുറത്തു കാണിക്കാത്ത, ഒരിക്കലും കരയാത്ത ഒരാളായിട്ടൊക്കെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തൊക്കെയാണെങ്കിലും ബൈസന്റൈൻ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയിലും പ്രൗഢിയിലും ഒക്കെ എത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ആ കാലത്തുണ്ടായിട്ടുള്ള അധിനിവേശ ശക്തികളെയൊക്കെ പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ട് പഴയ കാലത്തെ പോലെ റോമൻ സാമ്രാജ്യം സൃഷ്ടിക്കണം എന്നതായിരുന്നു ജസ്റ്റീനിയൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം സ്വാഭാവികമായും അതിനുവേണ്ടി പടനീക്കങ്ങളും നടത്തുകയുണ്ടായി. ഇവിടെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി നിലകൊണ്ടത് അദ്ദേഹത്തിൻ്റെ പട്ടാള ജനറലായിരുന്ന ബെലിസാരിയസ് ആയിരുന്നു. പടനീക്കങ്ങളുടെ ഭാഗമായി ഇദ്ദേഹത്തെ തന്നെ ജസ്റ്റീനിയൻ AD 533 നോർത്ത് ആഫ്രിക്കൻ മേഖലകളിലേക്ക് അയക്കുകയുണ്ടായി. വെറും 2 മാസം കൊണ്ട് ബെലിസാരിയസ് അത് പൂർത്തിയാക്കുകയും ചെയ്തു. അധികം താമസിയാതെ ബെലിസാരിയസ് റോമ നഗരം തന്നെ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. എങ്കിലും പിന്നീടുള്ള വർഷങ്ങളിലും ജർമാനിക് ഗോത്രവിഭാഗങ്ങളുടെ ആക്രമണങ്ങളൊക്കെ ഈ മേഖലകളിൽ നിറഞ്ഞു നിന്നുവെങ്കിലും വർഷങ്ങളെടുത്ത് ജസ്റ്റീനിയൻ ഇറ്റലിയും സ്പെയിൻ മേഖലകളും ഒക്കെ തൻ്റെ കീഴിലാക്കിയതോടെ പഴയകാല റോമ സാമ്രാജ്യത്തിൻ്റെ മിക്ക മേഖലകളും തിരിച്ചെടുത്തുകൊണ്ട് ഒരു റോമൻ ചക്രവർത്തിയായി തന്നെ ജസ്റ്റീനിയൻ മാറുകയുണ്ടായി. ചുരുക്കിയാൽ തൻ്റെ പടയോട്ടങ്ങളിലൂടെ റോമ സാമ്രാജ്യത്തിൻ്റെ അതിൻ്റെ പൂർവ്വമഹത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ജസ്റ്റീനിയൻ്റെ ശ്രമങ്ങളും ആഗ്രഹവും വിജയിച്ചു എന്നുകൂടി പറയാം. പടയോട്ടങ്ങൾ നടത്തി പഴയ മേഖലകളൊക്കെ പിടിച്ചെടുത്തതുപോലെ തന്നെ ജസ്റ്റീനിയൻ്റെ കാലത്ത് വലിയ തോതിൽ തന്നെ ഭരണമേഖലയിലും മാറ്റങ്ങൾ വരികയുണ്ടായി. തൻ്റെ പുതിയ റോം നിർമ്മാണത്തിൽ ജസ്റ്റീനിയൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്നത് ജസ്റ്റീനിയൻ കോഡ് ആയിരിക്കുമെന്നതിൽ തർക്കമില്ല. AD 528 കാലത്ത് ജസ്റ്റീനിയൻ നിയമവിദഗ്ധരായ 10 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. 400 വർഷത്തോളം പഴക്കമുള്ള റോമൻ നിയമങ്ങളെയും
അവിടെയുള്ള സാംസ്കാരിക വ്യവസ്ഥകളെയും ഒക്കെ ചേർത്ത് ആ കാലത്തിന് ആവശ്യമില്ലാത്ത നിയമങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പല നിയമങ്ങളായി വരുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ മനസ്സിലാക്കിയും തുടങ്ങി നിലവിലിരുന്ന നിയമപ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് ഒരു യൂണിഫോം കോഡ് അഥവാ പുതിയൊരു റോമിനായി ജസ്റ്റീനിയൻ കോഡ് സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ ജോലി. അങ്ങനെ 5 വർഷം നീണ്ട പ്രവർത്തനത്തിനൊടുവിൽ AD 533 ഏതാണ്ട് 5000-ഓളം വരുന്ന റോമൻ നിയമങ്ങളുള്ള ജസ്റ്റീനിയൻ കോഡ് തയ്യാറാക്കപ്പെടുകയും AD 534 പുതിയ നിയമങ്ങൾ പാസ്സാക്കുകയുമുണ്ടായി. ജസ്റ്റീനിയൻ എന്ന ചക്രവർത്തി AD 565 മരിച്ചെങ്കിലും ജസ്റ്റീനിയൻ കോഡ് ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ തന്നെ പിന്നെയും 900 വർഷം നിലനിന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. പുതിയ നിയമവ്യവസ്ഥ നിർമ്മിക്കുന്ന അതേ സമയത്ത് തന്നെ ജസ്റ്റീനിയൻ റോമൻ ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു അതിമനോഹര നഗരം സൃഷ്ടിക്കാനുള്ള വലിയൊരു പദ്ധതിക്കും രൂപം നൽകുകയുണ്ടായി. അപ്രകാരമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ വലിയ തോതിൽ മാറുന്നത്. നഗരത്തെ സംരക്ഷിക്കാനായി അതിർത്തിയിൽ കിലോമീറ്ററുകൾ നീളത്തിൽ വലിയ മതിലുകൾ ഉയരുകയും നഗരത്തിന് സുരക്ഷിതമായ ഒരവസ്ഥയും അതിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. നഗരത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഒട്ടേറെ മന്ദിരങ്ങളും പള്ളികളുമൊക്കെ നിർമ്മിക്കുകയുണ്ടായി. AD 532 കലാപ സമയത്ത് തകർക്കപ്പെട്ട ഹാഗിയ സോഫിയ പള്ളി പുതുക്കി പണിതതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നിർണായകമായ നിർമ്മാണങ്ങളിൽ ഒന്ന് എന്ന് പറയാം. ക്രിസ്ത്യൻ ലോകത്ത് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിൽ അതിമനോഹരമായ പള്ളി നിർമ്മിക്കണമെന്ന ലക്ഷ്യത്തിലാണ് ഹാഗിയ സോഫിയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. തൻ്റെ സിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിൽ വലിയ നഗരവീഥികളും സ്കൂളുകളും ആശുപത്രികളും അടക്കം വലിയ തോതിൽ തന്നെ നിർമ്മാണങ്ങൾ നടത്തുകയുണ്ടായി ജസ്റ്റീനിയൻ. ചുരുക്കിയാൽ ഇദ്ദേഹം നടപ്പിലാക്കിയ സിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിനപ്പുറം റോമൻ മേഖലയിലെ ഏറ്റവും മികച്ച നഗരമായി കോൺസ്റ്റാന്റിനോപ്പിൾ മാറുക പോലുമുണ്ടായി. ആ കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു സൈന്യത്തെയും ജസ്റ്റീനിയൻ്റെ കാലം സൃഷ്ടിച്ചു എന്ന് പറയാം. ആ സൈന്യം ആ സാമ്രാജ്യത്തെയും മികച്ച രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്തു. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ മേഖല പിന്നെയും നൂറ്റാണ്ടുകൾ അതിസമ്പന്നമായും ശക്തമായും ഒക്കെ നിലകൊള്ളുകയുണ്ടായി. എങ്കിലും ജസ്റ്റീനിയൻ്റെ മരണത്തിനപ്പുറം ആ സാമ്രാജ്യം പിന്നെ ഉയരാൻ ആവാത്ത വിധം തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു. സാമ്രാജ്യത്തിൽ കലാപങ്ങളും മതപരമായ പ്രശ്നങ്ങളും രോഗങ്ങളും ആഭ്യന്തരാക്രമണങ്ങളും ബാഹ്യാക്രമണങ്ങളുമൊക്കെ നിറഞ്ഞുകൊണ്ട് സാമ്രാജ്യത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നൊരവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ചുരുക്കിയാൽ ഒരു പ്രശ്നമുണ്ടാവുകയും അത് സാമ്രാജ്യത്തിനെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യുമെങ്കിലും സാമ്രാജ്യം അതിനെ അതിജീവിച്ച് തിരിച്ചു വരും. എങ്കിലും അതേ സമയം തന്നെ അടുത്തൊരു തിരിച്ചടി സാമ്രാജ്യത്തിന് ലഭിക്കുകയും ചെയ്തു. ഈ ഒരു അവസ്ഥയായിരുന്നു ബൈസാന്റൈൻ സാമ്രാജ്യത്തിന് പിന്നീട് ഉണ്ടായിരുന്നത്. സാമ്രാജ്യം നേരിട്ട ആദ്യത്തെ വലിയ പ്രശ്നം ജസ്റ്റീനിയൻ മരിക്കുന്നതിന് മുന്നേ തന്നെയായിരുന്നു. എന്നാൽ അതൊരു ആക്രമണമൊന്നും ആയിരുന്നില്ല. പകരം അത് പ്ലാഗ് രോഗം പടർന്നു പിടിച്ചതാണ്. കച്ചവട കപ്പലുകളിൽ കോൺസ്റ്റാന്റിനോപ്പിൾ മേഖലകളിലേക്ക് എത്തി എന്ന് പറയപ്പെടുന്ന ഈ രോഗം പതിയെ AD 542 ക്രൂരമായി മാറിയത്രേ. ദിനംപ്രതി 10,000-ത്തിലധികം മനുഷ്യരാണ് ഈ കാലത്ത് മരിച്ചത് എന്നാണ് കണക്ക്. എന്നാൽ ഈ രോഗം 10-12 വർഷങ്ങളൊക്കെ കൂടുമ്പോൾ വീണ്ടും വരികയും AD 700 വരെയെങ്കിലും തുടരുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ ആ കാലമായപ്പോഴേക്ക് ബൈസാന്റിയൻ ജനങ്ങളിലെ ഒരു വലിയ ശതമാനം ജനങ്ങളെയും ഈ രോഗം കൊന്നിരുന്നു എന്ന് പറയാം. ബാക്കിയുള്ളവർക്ക് എതിരാളികളെയും നേരിടേണ്ടി വന്നു. സത്യത്തിൽ ബൈസാന്റൈൻ സാമ്രാജ്യത്തിന് അതിൻ്റെ എല്ലാ അതിരുകളിൽ നിന്നും ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജസ്റ്റീനിയൻ പിടിച്ചെടുത്ത പാശ്ചാത്യ മേഖലകളൊക്കെ ലൊംബാർഡുകൾ പിടിച്ചെടുക്കുകയുണ്ടായി. വടക്കേ ആഫ്രിക്കയാകട്ടെ മുസ്ലിങ്ങളുടെ കയ്യിലായി. ഉത്തര അതിർത്തികളിൽ ബാർബേറിയൻ ആക്രമണകാരികളായ സ്ലാവ് വർഗ്ഗക്കാരും ആവാർ വർഗ്ഗക്കാരുമൊക്കെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. ആവാർ വിഭാഗവും പേർഷ്യൻസുമൊക്കെ AD 626 തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ നഗരം തന്നെ ആക്രമിച്ച ചരിത്രവുമുണ്ട്. മുസ്ലിം ശക്തി ഈ കാലത്ത് വർദ്ധിച്ചപ്പോൾ അറബ് സൈന്യം AD 674 717 നഗരം ആക്രമിക്കുകയുണ്ടായി. റഷ്യൻ മേഖലകളും കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കാനായി പലതവണ ആക്രമണം നടത്തുകയുണ്ടായി. 11-ാം നൂറ്റാണ്ട് കാലത്ത് തുർക്കികൾ മുസ്ലിം ശക്തിയുടെ മുഖമായതോടെ അവരിൽ നിന്നും നിരന്തരം ആക്രമണങ്ങൾ ബൈസന്റൈൻ സാമ്രാജ്യം നേരിടേണ്ടി വന്നു. എങ്കിലും ഈ നൂറ്റാണ്ടുകളിലൊക്കെ തന്നെയും ബൈസന്റൈൻ സാമ്രാജ്യം പ്രതിസന്ധികളെ അതിജീവിച്ചു എന്നുകൂടി പറയേണ്ടതുണ്ട്. അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരാളാണ് AD 610 ചക്രവർത്തിയായ ഹെറാക്ലിയസ്. അദ്ദേഹം സൈന്യത്തെയൊക്കെ അടിമുടി മാറ്റിക്കൊണ്ട് സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ ഒരു സാമ്രാജ്യമാക്കി ബൈസന്റൈൻ സാമ്രാജ്യത്തെ മാറ്റുകയുണ്ടായി. പേർഷ്യന്മാരുടെ നേർക്ക് അദ്ദേഹം നടത്തിയ പടയോട്ടമായിരുന്നു അതിൽ പ്രധാനം. ചാൾസിഡോൺ യുദ്ധത്തിൽ ഹെറാക്ലിയസ് അവരെയൊക്കെ തോൽപ്പിച്ച് പഴയ പ്രൗഢിയിൽ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മടങ്ങുകയുണ്ടായി.
എങ്കിലും പിന്നീടുള്ള കാലത്ത് അദ്ദേഹത്തിനും ഒട്ടേറെ പരാജയങ്ങൾ തന്നെ നേരിടേണ്ടി വന്നു. അറബികൾ AD 638 ജെറുസലേം നഗരവും 641 ഈജിപ്തും പിടിച്ചടക്കി. ബൈസന്റൈൻ സാമ്രാജ്യം തകരുമെന്ന് തോന്നിച്ച പല നിമിഷങ്ങളിൽ പോലും എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിൾ നഗരം എവിടെയും വീണില്ല. തന്ത്രപ്രധാനമായൊരു സ്ഥാനവും കോട്ടമതിലുകളും ഉൾപ്പെട്ട കോൺസ്റ്റാന്റിനോപ്പിൾ നഗരത്തിന് നേർക്ക് പലപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അത് പിടിച്ചെടുക്കാൻ മാത്രം എതിരാളികൾക്ക് സാധിച്ചില്ല എന്നുകൂടി പറയാം. AD 750 കാലത്ത് യൂറോപ്യൻ മേഖലയും ഏഷ്യ മൈനർ പ്രദേശങ്ങളും മാത്രം ഉൾപ്പെടുന്ന അവസ്ഥയിലേക്ക് ബൈസന്റൈൻ സാമ്രാജ്യം ക്ഷയിക്കുകയുണ്ടായി. എങ്കിലും പിന്നീടുള്ള കാലത്ത് വീണ്ടും സാമ്രാജ്യം ഉയരുകയും സിറിയൻ മേഖലകളും മറ്റു പല ദേശങ്ങളുമൊക്കെ വീണ്ടും പിടിച്ചെടുക്കുകയുമുണ്ടായി. എന്നാൽ പിന്നെയും കാലങ്ങൾ കഴിഞ്ഞ് 11ാം നൂറ്റാണ്ടിൽ സെൽജുക് തുർക്കികൾ ബൈസന്റൈൻ സാമ്രാജ്യത്തിനെ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കുകയുണ്ടായി. കിഴക്കൻ മേഖലകൾ ആക്രമിച്ച് കീഴടക്കിയ സെൽജുക് തുർക്കികൾ 1071 നടന്ന യുദ്ധത്തിൽ 10,000-കണക്കിന് സൈനികരെ വധിക്കുകയും ചക്രവർത്തിയെ തന്നെ തടവുകാരനായി പിടിക്കുക പോലുമുണ്ടായി. ഈ യുദ്ധമാണ് പ്രസിദ്ധമായ ബാറ്റിൽ ഓഫ് മാൻസിക്കേർട്ട് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഇതിനപ്പുറമാണ് ബൈസന്റൈൻ ചക്രവർത്തി പശ്ചിമ ശക്തികളോട് സഹായത്തിന് അഭ്യർത്ഥിക്കുന്നതും കുരിശ് യുദ്ധമൊക്കെ ഉണ്ടാവുന്നതും. എന്തൊക്കെയാണെങ്കിലും ഈ കാലത്തൊക്കെ തന്നെയും തിരിച്ചുവരവില്ലാത്ത നാൾക്കുനാൾ ചുരുങ്ങുന്ന ഒരു സാമ്രാജ്യമായി ഏതായാലും ബൈസന്റൈൻ സാമ്രാജ്യം മാറുകയുണ്ടായി. 1350ഓടെ അനറ്റോലിയ മേഖലയുടെ ഒരറ്റത്ത് മാത്രമുള്ള ഒരു സാമ്രാജ്യമായി മാറുക പോലുമുണ്ടായി ഈ ബൈസന്റൈൻ സാമ്രാജ്യം. എങ്കിലും നൂറ്റാണ്ടുകൾ മുന്നേ നിർമ്മിച്ച കോട്ടമതിലുകളും തന്ത്രപ്രധാനമായ ഒരിടമായതും അവരെ പിന്നെയും ഒരു 100 വർഷക്കാലമെങ്കിലും സംരക്ഷിച്ച് നിർത്തുകയുമുണ്ടായി. ഒടുവിൽ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ ഒട്ടോമൻ തുർക്കികളുടെ ആക്രമണത്തിൽ വീഴുകയാണുണ്ടായത്. ചുരുക്കിയാൽ ജസ്റ്റീനിയന് അപ്പുറം തന്നെ ബൈസന്റൈൻ സാമ്രാജ്യം തകരാനും ആരംഭിച്ചിരുന്നു എന്ന് പറയാം. പിന്നെ വികസിക്കാനാവാതെ ഓരോ പ്രതിസന്ധിയെയും എങ്ങനെയെങ്കിലുമൊക്കെ തരണം ചെയ്ത് മുന്നേറി എന്നത് തന്നെ. ചക്രവർത്തിമാരുടെ മരണത്തെപ്പറ്റിയും ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. നിരന്തര ആക്രമണങ്ങൾ നേരിട്ടതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് വലിയൊരു ചക്രവർത്തിയാവാൻ പോലും സമയം കിട്ടിയില്ല എന്ന് പോലും പറയാവുന്നതാണ്. ഉണ്ടായിട്ടുള്ള 88 ബൈസന്റൈൻ ചക്രവർത്തിമാരിൽ 29 പേർ ക്രൂരമായി കൊല്ലപ്പെടുകയും 13 പേർ രാജ്യമൊക്കെ ഉപേക്ഷിച്ച് സന്യാസ ജീവിതം നയിക്കാൻ പോയി എന്നൊക്കെയാണ് കണക്ക്. 1453 ഔദ്യോഗികമായി ബൈസന്റൈൻ സാമ്രാജ്യം വീഴുന്നതിനും എത്രയോ മുന്നേ തന്നെ ആ സാമ്രാജ്യം മങ്ങിപ്പോയിരുന്നെങ്കിലും സത്യത്തിൽ അതൊരു കാലഘട്ടത്തിൻ്റെ അവസാനം കൂടിയായിരുന്നു. 6 മുതൽ 11ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം പശ്ചിമ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അന്ധകാര യുഗമാണെന്നൊക്കെ പറയുമെങ്കിലും ബൈസന്റൈൻ സാമ്രാജ്യം വ്യത്യസ്തമായിരുന്നു. യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം റോമൻ നാഗരികതയുടെ പല അടയാളങ്ങളും നൂറ്റാണ്ടുകളോളം കാത്തുസൂക്ഷിച്ച ഒരു സാമ്രാജ്യം കൂടിയായിട്ടാണ് ബൈസന്റൈൻ സാമ്രാജ്യത്തെ കണക്കാക്കാവുന്നത്. എന്തിനേറെ ഒട്ടോമൻ സാമ്രാജ്യം തന്നെ ഭരണ ജീവിത മേഖലകളെയും നിർമ്മാണ മേഖലയിലുമൊക്കെ ബൈസന്റൈൻ സാമ്രാജ്യത്തെ മാതൃകയാക്കിയിട്ടുണ്ട്. ഈ ബൈസന്റൈൻ സാമ്രാജ്യം എന്നത് ഹെല്ലനിസ്റ്റിക് യുഗത്തിനു മുകളിൽ കെട്ടിപ്പടുത്ത ഒരു സംസ്കാരം കൂടിയാണെന്ന് പറയാം. അതായത് ക്രൈസ്തവ മതചിന്തകളുമായി ഗ്രീക്കുകാരുടെ ശാസ്ത്രം, കല, സാഹിത്യ മേഖലകളെ തമ്മിൽ ചേർത്ത് സൃഷ്ടിച്ചതാണെന്നും പറയാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ബൈസന്റൈൻ മേഖല പ്രാചീന ഗ്രീസിൻ്റെ അമൂല്യമായ പല എഴുത്തുകളെയും മറ്റും സംരക്ഷിച്ചു നിലനിർത്തി എന്ന നിലയിലും പ്രത്യേക പരിഗണന നൽകപ്പെടേണ്ട ഒരു മേഖലയാണെന്ന് പറയാം. ഏതായാലും റോമൻ സാമ്രാജ്യത്തിൻ്റെ ശേഷിപ്പുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് ആ സംസ്കാരത്തിൻ്റെ അടയാളങ്ങൾ ബാക്കിയാക്കി ബൈസന്റൈൻ സാമ്രാജ്യം പ്രതിസന്ധികളിലൂടെ മാത്രം കടന്നു പോവേണ്ടി വന്നെങ്കിൽ പോലും നീണ്ട 1000ഓളം വർഷം നിലനിന്നതിലൂടെ ആധുനിക കാലത്തെ സകല മേഖലകളിലും ബൈസന്റൈൻ സ്വാധീനം സൃഷ്ടിക്കുന്നതിന് കാരണമായി മാറി എന്നും പറയാം.